ഗോ. നമസ്കാരം. ഞാനിപ്പോൾ ഇസ്രായേലിലാണ്. ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവിറ്റേഷൻ പ്രകാരം ഇവിടെ വരികയും ഇവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടി വന്ന ഇന്ത്യൻ ഡെലിഗേഷൻ്റെ ഭാഗമാണ്. ഞങ്ങളോടൊപ്പം ദി ഹിന്ദു, ടൈംസ് നൗ, ANI അടക്കമുള്ള പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളും. ഇത് ടെൽ-അവീവിലെ വളരെ സാധാരണ ഒരു സ്ട്രീറ്റാണ്. എന്നാൽ ഇസ്രായേലിലെ പല സ്ഥലങ്ങളിലും ഭയം ഇന്നും ഉണ്ട് എന്നുള്ളൊരു റിയാലിറ്റിയാണ്. ആ ഭയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ ഒക്ടോബർ 7 ആക്രമണം അവരെ അത്രമാത്രം വേദനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആ വേദനയിൽ നിന്ന് അവർ പലപ്പോഴും ഇപ്പോഴും മുക്തമായിട്ടില്ല എന്നൊരു റിയാലിറ്റിയും കൂടെ നമ്മുടെ നാട്ടിൽ തിരിച്ചറിയണം. എന്നാൽ പാലസ്തീനിലെ ഇഷ്യൂസും വളരെ ജെനുവിനാണ്, അല്ലെങ്കിൽ പാലസ്തീനിലെ കുട്ടികളുടെ ഇഷ്യൂസും വളരെ ജെനുവിനാണ്. അവിടെയാണ് ഇവിടെ ഒരു സമവായത്തിൻ്റെ പോസിബിലിറ്റി എന്താണ് എന്ന് ലോകം അന്വേഷിക്കുന്നത്. ഇത്തരം വ്യത്യസ്ത പീസ് ഡെലിഗേഷൻ, മീഡിയ ഡെലിഗേഷൻ, ആക്ടിവിസ്റ്റ് ഡെലിഗേഷൻ ഒക്കെ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും അടക്കം ഇവിടെ വരികയും ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്നലെ പോലും ഹമാസിൻ്റെ വളരെ ഒരു ടോപ്പ് ലീഡറുടെ ഫാമിലിയിലെ ആൾക്കാരെ വധിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇത് പലതും ഒരു 15 സെക്കൻഡ് സോണും 10 സെക്കൻഡ് സോണും ഒക്കെയാണ്. 10 സെക്കൻഡ് സോണോ 15 സെക്കൻഡ് സോണോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സൈലൻ കേട്ടാൽ 15 സെക്കൻഡകം ഒഴിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ വളരെ സങ്കീർണമായൊരു വിഷയമാണ്. പക്ഷേ ഇസ്രായേൽ പാലസ്തീൻ സമാധാനം ലോകത്തിന് ആവശ്യമാണ്. അതില്ലാതെ ലോകത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇസ്രായേലിലെ ടെൽ-അവീവിൽ നിന്നും രാഹുൽ ഈശ്വർ.